ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചി ദേഷ്യം വന്ന് തിരിഞ്ഞു കിടക്കാണ്. ശ്രുതിയും ശ്രുതിയും കൂടി ആ ഒരു ഹലുവ കഴിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നു കേട്ടോ. രേവതി വന്നിട്ട് സച്ചിനെ വിളിക്കുകയാണ്. സച്ചിയേട്ടാ സച്ചിയേട്ടാന്ന്. എന്ത് സച്ചിയേട്ടാ? സച്ചിയേട്ടാ പൊക്കോണം മര്യാദയ്ക്ക്. ഇപ്പൊ സമാധാനം ആയല്ലോ. പാത്രമില്ലാതെ ഹലുവ തിന്നത്തില്ല. ഇപ്പം പാത്രമില്ലാതെ ഹലുവ തിന്നുന്ന കണ്ടോ? മനുഷ്യന് വെറുതെ വട്ട് കളിപ്പിക്കുന്ന എന്റെ ഹലുവ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ടും എന്താ പറയാ വെപ്രാളപ്പെടുന്നോ, ദേഷ്യം വരുന്നോ, സങ്കടം വരുന്നോ ഒക്കെയാണ്. അതായത് ഈസപ്പൻ നമ്മുടെ ശ്രുതിനെയും കാണിക്കുകയാണ്. അവരേതായാലും ഹലുവൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ റൊമാൻസിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു ആരാ അവിടെ ഹലുവ കൊണ്ടുവച്ചത്? അത് പിന്നെ വേറെ ആര്? ഞാൻ തന്നെ. ഏ ശ്രുതിയോ? നിനക്ക് ഹലുവ ഇഷ്ടമല്ലേ, അതുകൊണ്ടാ ഞാൻ മേടിച്ചത്. ആഹാ, എന്നിട്ട് എന്താ അത് നേരത്തെ തരാതിരുന്നത്? രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണോ? അത് പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തതല്ലേ. ഓ, ശ്രുതി ഡൈനിങ് ടേബിളിലെ ഹലുവ വെച്ചത് സച്ചി കാണാത്തത് ഭാഗ്യം. കണ്ടിരുന്നെങ്കിലേ അന്ന് മസാല ദോശ കഴിച്ചതുപോലെ അവൻ ഇതും എടുത്ത് കഴിച്ചേനെ. നമുക്ക് ഒരു ലേശം പോലും കിട്ടില്ലായിരുന്നു. ഓ ശരിയാ ശ്രുതി, ഏതായാലും ആ കള്ളം കാണാത്തത് ഭാഗ്യമാ. അല്ല, ഹൽവ മേടിക്കാന് എവിടെന്ന ശ്രുതിക്ക് പൈസ? അത് പിന്നെ അച്ഛൻ തന്നതാ. ഓ, അച്ഛൻ തന്നോ പൈസ? അച്ഛൻ തന്നു. ആ, എന്തായാലും ഹൽവ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഈ സ്നേഹം എന്നും ഉണ്ടാകണം കേട്ടോ സുധി. പിന്നെ എന്നും ഉണ്ടാകാതെ പിന്നല്ലാതെ വല്ലപ്പോഴും ആണോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? എങ്കിൽ പിന്നെ ബാ, നേരം കുറെ ആയില്ലേ, നമുക്ക് കിടക്കാന്ന് പറഞ്ഞ അവര് കിടക്കാണ് കേട്ടോ. പാവം നമ്മുടെ സച്ചി മേടിച്ചോണ്ട് വന്ന ഹലുവയും അത് ഉപകാരപ്പെട്ടത് നമ്മുടെ സുധിക്കും. സുധി വേറൊരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ ഒരു സീൻ കാണുമ്പോൾ. എന്നിട്ട് കിടക്കാൻ നേരത്തുണ്ടല്ലോ നമ്മുടെ സുധി പറയുക മനസ്സില്, ഓ ആരാണാവോ ഇനി ആ ഒരു ഹലുവ അവിടെ കൊണ്ടുവച്ചത്? ആരായാലും അവൻ വെറും നിർഭാഗ്യവാനാണ്. എങ്കിലും ആരായിരിക്കും ആ ഹലുവ അവിടെ കൊണ്ടുവച്ചത്? ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ചിരി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, എന്തിനാ നീ അവിടെ കിടന്ന് ശ്രുതി അവിടെ കിടന്ന് ചിരിക്കുന്നത്? അതെങ്ങനെ ചിരിക്കാതെ ഇരിക്കും? ചിരിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ചിരിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്ന് ചിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിനെ സച്ചിനെയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി കണ്ണൊക്കെ അടച്ച് കിടക്കാണ്. രേവതി പതുക്കെ കണ്ണ് തുറന്നൊക്കെ കിടക്കുന്നു. അപ്പോഴത്തേക്ക് സച്ചിയും പതുക്കെ കണ്ണ് തുറന്നു കേട്ടോ. സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമ്മുടെ രേവതിനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി കണ്ണ് തുറന്ന് കിടക്കുക. അങ്ങനെ പതുക്കെ രേവതിനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ കിടക്കുന്നു. പിന്നെ നേരെ നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് ക്യാമറ. അതിൽ ചന്ദ്രയാണ് ഈ ഉറക്കം വരാതെ വയറൊക്കെ ഇങ്ങനെ തിരുമി, അയ്യോ വയ്യായേ, അയ്യോ പരവശം എടുക്കുന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ ലൈറ്റൊക്കെ ഇട്ട് എണീറ്റ് വരികയാണ്. ഒട്ടും പറ്റുന്നില്ല ചന്ദ്രയ്ക്ക്. ചന്ദ്രയാണെങ്കിൽ ശ്വാസം വലിച്ചു വിടുന്നു, കുനിഞ്ഞിരിക്കുന്നു, നിവർന്നിരിക്കുന്നു, ചങ്ക് തിരുമുന്നു. ഹോ, ഭയങ്കര ബുദ്ധിമുട്ട് ചന്ദ്രയ്ക്ക്. അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, ചന്ദ്രൻ നീ എന്തിനാ ലൈറ്റ് ഇട്ടത്? ഈ പാതിരാത്രി നിനക്ക് എന്താ ഉറക്കമില്ലേ? അത് പിന്നെ അത് പിന്നെ രവിയേട്ടാ, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല, ഒരുമാതിരി ഇരിക്കുന്നു, ചങ്കിനകത്തൊക്കെ ഒരു വേദന, എന്തോ പോലെ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ദഹിച്ചിട്ടില്ല, അതാ ഇങ്ങനെ. രാത്രി ബിരിയാണി കഴിക്കുമ്പോ ഓർക്കണം, അത് പിന്നെ ഗ്യാസ് കയറിയതാണെന്ന് തോന്നുന്നു രവിയേട്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്കുവേ ശരിയായിക്കോളും. കുറച്ച് കഴിയുമ്പം ശരിയാകും, കിടന്നാ കൂടുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ, നീ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നോക്ക്. ആണോ? എങ്കിലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അല്ല, നീ എവിടേക്കാ പോകുന്നത്? അല്ല, ഇവിടെ എങ്ങനെ ഞാൻ നടക്കാനാ ഈ റൂമില്? ഞാൻ ആ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളാം. സച്ചി രേവതി അവിടെയല്ലേ കിടക്കുന്നത്, നീ അവിടെ ചെന്ന് നടന്നാൽ എങ്ങനെ ശരിയാവുന്നേ? അതൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഇപ്പൊ ഉറക്കം പിടിച്ച് കാണുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് പോവുക. രവീന്ദ്രൻ ചന്ദ്രയെ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് എവിടുന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രനാണെങ്കിൽ ഇവർക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല, പിള്ളേർ അവിടെ കിടന്ന് ഉറങ്ങും കൂടെ ചെയ്യൂ, ഇവൾ എന്തൊരു പൊട്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചി രേവതിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഏതായാലും എല്ലാവരും ഉറങ്ങിയെന്നൊക്കെയാണ് നമ്മുടെ സച്ചിയുടെ വിചാരം. എന്ത് ചെയ്യാനാണ്, നമ്മുടെ ചന്ദ്രയുടെ വായുകയറ്റം അത്
വലിയ പ്രശ്നം ഉണ്ടാക്കാണ് കേട്ടോ. ഏതായാലും ഇവര് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും വരികയാണ് നമ്മുടെ ചന്ദ്രനെ കണ്ടത് സച്ചി. ഏ ഇതെന്താ അമ്മയോ? ശോ, എന്താ രേവതി ഇത്? നമ്മുടെ ചന്ദ്ര വന്നിട്ട് അവിടെ ഏമ്പക്കം വിട്ട് നടക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സച്ചി രേവതി പെട്ടെന്ന് എണീറ്റിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി മനസ്സിൽ വിചാരിക്കുക, ഈ നേരത്ത് മുറിക്കകത്ത് കിടന്ന് ഉറങ്ങാനുള്ളതിന് പകരം ഇറങ്ങിയേക്ക, ഈ തള്ളക്ക് വേറെ ഒരു പണിയുമില്ല എന്റെ ഈശ്വര എന്ന്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന്, അതെ എന്താ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നമ്മുടെ സച്ചി ചോദിക്കുക. എന്താ അർദ്ധരാത്രിയിൽ ഒരു നടത്തം? ഉറക്കമൊന്നുമില്ല നിങ്ങൾക്ക്? അത് പിന്നെ ഞാൻ നടന്നാ നിനക്ക് എന്താടാ കുഴപ്പം? ഞാൻ ഉറങ്ങിയ നിനക്ക് എന്താടാ കുഴപ്പം? നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ നടക്കുവോ ഉറങ്ങുവോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്ര. എന്നിട്ട് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വീണ്ടും ഏമ്പക്കം ഒക്കെ വിടുന്നു. ചന്ദ്രയ്ക്കല്ലേ അറിയത്തുള്ളൂ ചന്ദ്രയുടെ ബുദ്ധിമുട്ട്. ഉള്ള ബിരിയാണി എല്ലാം കൂടെ അടിച്ചു കയറ്റി ഈ സമയത്ത് നമ്മുടെ രേവതി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ സച്ചിനെ നോക്കിയിട്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, ചിരിച്ച ഭയങ്കരമായിട്ട് ചിരിച്ചോ, അവിടെ കോമഡി സീനല്ലേ നടക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചന്ദ്രയോട് പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ ഈ ഹോളില് തേരാപ്പാര നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഞാൻ നടക്കുന്നോണ്ട് നിനക്ക് എന്താടാ കുഴപ്പം? നിന്റെ എന്ത് കാര്യമാടാ മുടങ്ങുന്നത്? മിണ്ടാതിരിക്കടാ അവിടെ. അത് പിന്നെ ഞങ്ങൾക്ക് ഉറക്കാൻ പറ്റുമോ സമാധാനമായിട്ട്? ഉറക്കം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കാര്യം നടക്കുവോ? എന്റെ പൊന്ന് സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കുക. മനുഷ്യൻ ഇവിടെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഓക്കാനിക്കുന്നു, ചുമയ്ക്കുന്നു, കൊരയ്ക്കുന്നു, ഏമ്പക്കം വിടുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് പേടിയായിട്ടോ. രേവതി ഓടിച്ചെല്ലാണ്. രേവതി ഓടിച്ചെന്നിട്ട്, അമ്മേ വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ, ഏമ്പക്കം പോകുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല രേവതി, എനിക്ക് പറ്റത്തില്ല, എനിക്ക് വയ്യേ. പറ്റുമെങ്കിൽ നീ കുറച്ച് ചൂടുവെള്ളം താന്ന്. രേവതി എന്ത് ചെയ്തു? നേരെ കിച്ചണിലേക്ക് ചൂടുവെള്ളം എടുക്കാൻ പോയിട്ടോ. കാരണം എന്തോ ഉണ്ടെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. ഏതായാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ എല്ലാം കുറയുമായിരിക്കും, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, അത് ശരി, ഇന്ന് ശിവരാത്രി ആക്കാനുള്ള പരിപാടിയായി തള്ളയ്ക്ക്. ഈ തള്ള ഉറങ്ങാനും സമ്മതിക്കത്തില്ല, ഈ തള്ള എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രാഗാണ്. എന്നിട്ട് മനസ്സിൽ വീണ്ടും പറയുക, കഴിഞ്ഞ ജന്മം ഇവരെന്റെ ശത്രുവായിരിക്കും, അല്ലെങ്കിൽ ഇവരിങ്ങനെ എനിക്കിട്ട് പണി തരുമോ, പണി തരാമെന്ന ഭൂതവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊറുപൊറുക്കും കേട്ടോ പിന്നെയും സച്ചി. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചന്ദ്രനെ കാണിക്കുക. ചന്ദ്ര ഏമ്പക്കം വിട്ടോണ്ട് നടക്കുന്നു, രേവതി ചൂടുവെള്ളം എടുത്തോണ്ട് വരുന്നു. അതുകൊണ്ട് സച്ചി എന്ത് ചെയ്തു? ഇന്നിനി ഇവിടെ കിടന്നൊരു കാര്യമില്ല. ആഹാ, കണ്ടില്ലേ തൊള്ള എരുമ അലറുന്ന പോലെ അലറുന്നത്. ഇനിയിപ്പം ടർസിന്റെ മുകള് തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തലകണയും ബെഡ്ഷീറ്റും പായും ഒക്കെ എടുത്ത് നേരെ ടർസിന്റെ മണ്ടയിലേക്ക് പോയി കേട്ടോ. പാവം നമ്മുടെ രേവതി അതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? ചിരി അല്ലാതെ പിന്നെ രേവതിക്ക് ഒന്നും വരുന്നുമില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ചൂടുവെള്ളമൊക്കെ കുടിച്ചു. ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് എവിടെ കുറയാന്? പാതിരാത്രി 10-12 മണിയായപ്പോ ബിരിയാണി തിന്നല്ലേ, അതും ചിക്കനൊക്കെ അല്ലേ, വയറ്റി പിടിച്ച് കാണത്തില്ല. ഏതായാലും എന്നിട്ടും നമ്മുടെ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ വരെ നടക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീന് രാവിലെ നമ്മുടെ ഭാമ ചന്ദ്രയുടെ മുതുവിനിട്ട് പടയെന്ന് ഇടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും നോക്കി നിൽക്കുക. ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഭാമേന്തി പതുക്കെ ഇത് എന്ത് ഇടിയാ ഇടിക്കുന്നത്? അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ അയ്യോ അമ്മേന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അയ്യോ ഇത് എന്താ ആന്റി, ഭാമേന്തി പതുക്കെ ഇതെന്തിനാ ഇങ്ങനെ ഇടിക്കുന്നത്? നമ്മുടെ ഭാമയാണെങ്കിൽ നല്ല ഇടിയാട്ടോ ഇടിക്കുന്നത്, മുതുവിനിട്ട് വായു ഇളകി പോകാൻ വേണ്ടി എങ്ങാണ്ട. ചന്ദ്രയാണെങ്കിൽ അയ്യോ എന്റെ നെഞ്ചു വേദനിക്കുന്നേ, അയ്യോ നെഞ്ചി കിടക്കുന്ന ഗ്യാസ് ഇളകി പോകുന്നില്ല, അത് അവിടെ തന്നെ കിടക്കുവാണ്, അയ്യോ എനിക്ക് വയ്യേന്ന് പറഞ്ഞ് കാറ്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ രാത്രി കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ, അല്ലെങ്കിലേ ഇതുപോലെ നീ കഷ്ടപ്പെടേണ്ടി വരും. കണ്ടില്ലേ കിടന്ന് കഷ്ടപ്പെടുന്നത്? അയ്യോ രവിയേട്ടാ എനിക്ക് വയ്യേ, എന്റെ വയറിനകത്തൊക്കെ ഉണ്ടല്ലോ എന്തോ വായു കയറി കെട്ടുന്നത് പോലെ. കുടുങ്ങി കിടക്കുന്ന ഗ്യാസ് അങ്ങനെയാ, അത് അങ്ങനെയൊന്നും പുറത്തു പോകില്ല. അപ്പൊ വീണ്ടും നമ്മുടെ ഭാമ ഇടിച്ച് കുത്തി ഇടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, ഇന്നലെ രാത്രി ആ ലെഗ് പീസ് കടിച്ചു വലിച്ചപ്പോ എനിക്ക് തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോഴാണ് നമ്മുടെ സച്ചി, ആന്റി നല്ല ഇടി അങ്ങോട്ട് കൊടുക്ക, ഇല്ലാതെ ഈ വായു ഒന്നും ഇളകി പോകൂലെന്ന് വീണ്ടും ഇടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ, വർഷം നീ എന്തിനാ ആന്റിക്ക് രാത്രി ബിരിയാണി കൊടുത്തത്? അത് പിന്നെ ആന്റിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കൊടുത്തത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനും കഴിച്ചല്ലോ. മോളെ മൂക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിനക്കും ചന്ദ്രയ്ക്കും ഒരേ വയസ്സാണോ? അവക്ക് പ്രായം ചെന്നില്ലേ? ഇന്നലെ രാത്രി മുഴുവനും ഇങ്ങനെയായിരുന്നു, എന്നെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ സച്ചി, എന്നെയും ഉറങ്ങാൻ വിട്ടിട്ടില്ല എന്നിങ്ങനെ മനസ്സും കൊണ്ട് പറയാ. വീണ്ടും നമ്മുടെ ഭാമ ചന്ദ്രനെ ഇങ്ങനെ പടയെന്ന് ഇടിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് വീണ്ടും ശ്രുതി പറയും, ഒന്ന് പതുക്കെ ഇടിക്കാൻ ആന്റി, ഇത് എന്താ ഇങ്ങനെ? ദേ
ശ്രുതി മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഗ്യാസ് പോവില്ലേ? ഏയ്, ഇത് മസാജ് ചെയ്താലൊന്നും പോവില്ല. ഇത് എങ്ങനെ പോകുന്നു എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് ഭാമ പറഞ്ഞു, ചന്ദ്രേ ബിരിയാണിയൊക്കെ ഉച്ചയ്ക്ക് കഴിക്കണം, രാത്രി കഴിക്കല്ലേ. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രി കിടക്കാവുള്ളൂ, അത് ഈ പ്രായത്തില്. നീ എന്നെ കണ്ട് പഠിക്ക. ഞാൻ രാത്രി വന്നെങ്കിൽ 10 ദോശ 10 ചപ്പാത്തി അത്രേ കഴിക്കത്തുള്ളൂ. ഹെവി ആയിട്ടൊന്നും ഞാൻ കഴിക്കത്തില്ല. ഇത് കേട്ടത് നമ്മുടെ സച്ചി വാ പൊളിച്ച് നിൽക്കുകയാണെ. അതിന്റെ കൂടെ നമ്മുടെ രേവതി രവീന്ദ്രന് വാ പൊളിച്ച് നിൽക്കുക. അപ്പോഴത്തേക്കും സച്ചി, അച്ഛ ഇതാണോ ഇവരുടെ ലൈറ്റ് ആയ ഭക്ഷണം? മോനെ, നമുക്ക് ഇത് ലൈറ്റ് ആയ ഭക്ഷണമല്ല, ഞാൻ പറയുന്നില്ല എന്നിങ്ങനെ. ഏതായാലും ഈ സമയത്ത് വീണ്ടും ഇടിക്കുന്നുണ്ട്. ഇടി മാത്രമേ നടക്കുന്നുള്ളൂ, വായു ഒന്നും പോകുന്നുമില്ല. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, രാത്രി പറയായിരുന്നു ഞാൻ ഇഞ്ചിയും നാരങ്ങ നീരൊക്കെ ചേർത്തൊരു മെഡിസിൻ ഉണ്ടാക്കി തന്നേനെ. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ടൊന്നും മാറിയില്ലെന്ന്. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അയ്യോ, ഹോസ്പിറ്റലിലേക്കൊന്നും ഞാനില്ല. അയ്യോ, ഇത് ഇവിടെ വെച്ച് തന്നെ ശരിയാക്ക. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, അയ്യോ, ഇഞ്ചക്ഷൻ മേടിച്ചിട്ടാ പോകാത്തത്. ഇപ്പോഴും ഇഞ്ചക്ഷൻ കാണുമ്പോ പേടിയാ. കൊച്ചാന്നാ വിചാരം. അപ്പൊ വർഷം ഒരൊറ്റ ചിരി ചിരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്രവർഷനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. വീണ്ടും ഇടിയോ ഇടി. അങ്ങനെ കുറെ നേരം നമ്മുടെ ഭാമ ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക. അങ്ങനെ കുറെ ഇടിച്ചിട്ടും ഇത് ശരിയാവുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ രേവതിയോട് സച്ചി പറഞ്ഞു, രേവതി നീ ഒന്ന് ഇടിച്ചു നോക്ക്, ചിലപ്പോ നീ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായാലോ. അപ്പൊ പറഞ്ഞു ചന്ദ്ര, വേണ്ട, അവൾ ഇടിക്കുമെന്നും വേണ്ട. ഇനി അവൾ ഇടിച്ച് എന്റെ പള്ളിപ്പുറം ആക്കാനാണോ? ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ വർഷേ നീ പോയി ഇടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു, ഞാൻ ഇടിക്കാം. ഞാൻ ഇടിച്ചാ പോരെ ആന്റീന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അയ്യോ മോളെ, വേറെ ആരിടിച്ചാലും മോൾ ഇടിക്കരുത്. കാരണം അറിയാലോ നമ്മുടെ ശ്രുതിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന്. കാരണം ശ്രുതി എങ്ങാനും ഇടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇടിച്ച് ശരിപ്പെടുത്തുന്നു. ഏതായാലും ചന്ദ്ര പറഞ്ഞു, വേണ്ട ഭാമേ, നീ ഇടിക്കടി, നീ തന്നെ ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും കുറച്ചു നേരം ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് എങ്ങനെയോ എന്തോ സംഭവിച്ച് വായു അങ്ങ് പതുക്കെ അങ്ങ് ഇളകി പോവാണ് കേട്ടോ. പിന്നെ ആ വായു പോയത് വേറെ എങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഭാമ ഇടിക്കുകയും കൂടെ ചെയ്തു. അതിന്റെ കൂടെ നമ്മുടെ സച്ചി പറഞ്ഞു, അച്ചമ്മയുടെ കയ്യിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ഒരോലൊക്കെ എടുത്ത് മുതുകത്ത് ഒരൊറ്റ ഇടി ഇടിക്കണമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയുടെ വായു പോയതാണ് കേട്ടോ. സത്യം പറഞ്ഞ ഭാമ അത്രയും നേരം ഇടിച്ചിട്ടും വായു പോയതല്ല. നമ്മുടെ സച്ചി പറയുന്നത് കേട്ട് പേടിച്ചു പെട്ടെന്നൊരു എണീറ്റു, പുറകോട്ടൊരു തിരിഞ്ഞു. അപ്പൊ തന്നെ വായും പോയി. ഓ ചന്ദ്ര, ഇപ്പം ചെറിയ ആശ്വാസം ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്തേ എന്റെ വായുവൊക്കെ ഇളകി പോയിന്നാ തോന്നുന്നത്. വാവ്, എന്തൊരാശ്വാസം. ആമേ, ഗ്യാസ് പോയിട്ടോ ചന്ദ്രേട്ടാ, ഗ്യാസ് പോയി, രക്ഷപ്പെട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി, ഗ്യാസ് പോയോ? ഗ്യാസ് പോയി മോനെ, ഗ്യാസ് പോയി എന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പോഴാ ശ്വാസം നേരെ ഒന്ന് വീണത്, ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. എന്റെ ദൈവമേ, ഞാൻ ഓർത്തു ഞാനങ്ങ് തീർന്നെന്ന്. അയ്യോ, ആശ്വാസമായി ഈശ്വര. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അച്ഛ, ഗ്യാസ് പോയ പോക്ക് കണ്ടോ? ഓലക്കയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ പേരാണ് വിരട്ടൽ വൈദ്യം. ഒരു ചെറിയ വിരട്ടിയപ്പോൾ എന്തു പറ്റി? ഗ്യാസ് പേടിച്ചോടി. അതുപോലെ ചന്ദ്രയും പേടിച്ചോടി. അതാ ഗ്യാസ് പോയത്. മനസ്സിലായല്ല? എന്തുമാത്രം ഇടിയാ എന്റെ അമ്മ കൊണ്ടത്. ഏതായാലും ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു പരുവായിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ചന്ദ്രേ, ഇനി ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ വയസ്സ് എത്രയായിന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. സച്ചി, രേവതി അങ്ങ് പോയി. എല്ലാവരും അങ്ങ് പോയി. പിന്നെ നമ്മുടെ ഭാമ മാത്രമേ ഉള്ളൂ. ഭാമയുടെ കൈ ആണെങ്കിൽ ഒരു പരുവായിട്ടോ. അങ്ങനെ നമ്മുടെ ഭാമ പറയും, നിന്റെ ഗ്യാസ് കളയാൻ നോക്കിയിട്ട് ഞാനൊരു പരുവായി, കൈ വേദനിച്ചിട്ട് വയ്യ. രേവതി, വല്ലതും കഴിക്കാനുണ്ടാവോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് ഭാമ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ആണെങ്കിലോ, എന്റെ ഈശ്വര, നീ കാത്തല്ലോ, ഇല്ലായിരുന്നെങ്കിൽ ഈ ഭാമ എന്നെ ഇന്ന് ഇടിച്ചിടിച്ച് കൊന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണേ. പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി അല്ല, സോറി, നമ്മുടെ ചന്ദ്ര എന്തോ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്യാസൊക്കെ പോയി എന്തൊക്കെയോ ഇങ്ങനെ അടുക്കി പറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. കോളിംഗ് ബെല്ല് കേട്ടപ്പോഴത്തേക്ക്, പൂവ് മേടിക്കാൻ ആരെങ്കിലും വന്നതായിരിക്കും, അവളുടെ ഒരു പൂവ് എന്നും പറഞ്ഞുകൊണ്ട് കലിച്ച് ചെന്ന് പോയി വാതില് തുറക്കാണ്. വാതില് തുറന്നപ്പോഴാണ് വേറെ ആരാ, നമ്മുടെ വർഷയുടെ അമ്മേനെ കണ്ടതും ഭയങ്കര സന്തോഷമായില്ലേ നമ്മുടെ ചന്ദ്രയ്ക്ക്. വർഷയുടെ അമ്മയോ? വാ 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 കേറി വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാലേ, ഞാനിപ്പോ വർഷയുടെ അമ്മേനെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ഇന്നും കൂടെ രവിയേട്ടനോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ഭാഗ്യം ചെയ്തവരാ, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ബന്ധുക്കളെ കിട്ടുമോന്ന്. കുടിക്കാൻ ചായയോ ജ്യൂസോ? എനിക്ക് ഒന്നും വേണ്ട ശ്രീകാന്തിന്റെ അമ്മേ,
ഉം ഏതായാലും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെയും ഭാഗ്യമാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ വില തരാറുണ്ടല്ലോ. സംശയമുണ്ടോ മഹിമേ? ആ ഏതായാലും മഹിമ ഇരിക്കാൻ പറഞ്ഞ് മഹിമേനെ പിടിച്ച് ഇരുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഞാൻ ജ്യൂസ് എടുക്കാൻ പോട്ടെ. ഏയ് വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ചന്ദ്ര ഇരിക്കാൻ പറഞ്ഞു. ഏതായാലും ചന്ദ്ര ഇരുന്നു കേട്ടോ. ഏതായാലും ചന്ദ്ര ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാമി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിച്ച് ഇരിക്കുന്നത്? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഏയ് ഒരു പ്രശ്നവുമില്ല. അത് പിന്നെ ഈ എങ്ങനെ പറയണമെന്നറിയില്ല. അല്ല, താലിമാറ്റൽ ചടങ്ങിന്റെ കാര്യം എന്തായി? അതോ? അത് പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാ. ഇവിടെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ എപ്പോഴും തിരക്കായി ശ്രുതിയുടെ അച്ഛൻ പോലും വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഗംഭീരമായിട്ട് നടക്കും മഹിമേ. അത് തന്നെയാ നടക്കാൻ പോകുന്നത്. ആ അല്ല, വർഷയുടെ അമ്മയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത്? ഒരു എന്തോ ഒരു സങ്കടം പോലെ. അത് അത് പിന്നെ എല്ലാം ഗംഭീരമായിട്ട് നടക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഫംഗ്ഷന് കാണും. അതൊരു നല്ല കാര്യമല്ലേ മഹിമേ? അതിന് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതല്ല, അങ്ങനെയുള്ളപ്പം ഫംഗ്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും അതൊരു കുറച്ചിലാവില്ലേ? അതെ 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 അതെ, കുറച്ചിലാകും. അത് ശരിയാ. ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീകാന്തിന്റെ ശ്രീകാന്തിന്റെ അല്ല, സോറി, അത് തന്നെ, ശ്രീകാന്തിന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ കാര്യം അറിയാലോ. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും എന്റെ ആവലാതി ഞാൻ വേറെ ആരോട് പറയാനാ? അതും കൊണ്ടാ. ആകെയുള്ളൊരു മോള് ഞങ്ങൾ ധിക്കരിച്ച് ഇറങ്ങിപ്പോയി. അതൊരു മോശം കുടുംബത്തിലേക്കല്ലെന്ന് ഞങ്ങൾ വേണ്ടപ്പെട്ടവരെ കാണിക്കണം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ ചടങ്ങ് നടത്തുന്നത് തന്നെ. പക്ഷേ അതില് വലിയൊരു പ്രശ്നമാണല്ലോ. അതില് വലിയൊരു പ്രശ്നം ഉണ്ടായാലോ? എന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് പ്രശ്നം? അല്ല, എനിക്ക് ഓ, വർഷയുടെ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഈ വീട്ടിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് സച്ചിയാണ്. അത് തന്നെയല്ല വർഷയുടെ അമ്മ പറഞ്ഞു വരുന്നത്? അത് പിന്നെ ഞാന് ആ എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ഞാൻ പോലും എന്റെ മൂത്ത മകനെ കുറിച്ചോ ഇളയ മകനെ കുറിച്ചോ ചിന്തിക്കാറുള്ളൂ. സച്ചിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല. അവനെ കൊണ്ട് എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മഹിമേ. അങ്ങനെയാ എന്നും ഉണ്ടാകാറുള്ളത്. അവൻ സത്യം പറഞ്ഞിട്ടുണ്ടെ കാലെടുത്ത് കുത്തിയാൽ അവിടെ മുടിയും. അയ്യോ, ഞാനെങ്ങനെ ആരുടെയും കുറ്റം പറയാനൊന്നും വന്നതല്ല. എന്റെ ഒരു അവലാതി ഞാൻ പറഞ്ഞതാ. എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചാൽ മതി, എനിക്ക് മനസ്സിലാകും. കാലങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതല്ലേ. പിന്നെ എങ്ങനെയാ? ഇതൊന്നും ആലോചിച്ച് വർഷയുടെ അമ്മ വിഷമിക്കുകയേ വേണ്ട. ഇപ്പൊ സന്തോഷിക്കുക ചെയ്യേണ്ടത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എല്ലാം ഞാൻ സെറ്റ് ആക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളൂ. അന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ചടങ്ങില് നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ആരും ഉണ്ടാവില്ല. അതുപോലെ പോരെ, ഒന്നും സംഭവിക്കുകയില്ല. ഇതെന്റെ വാക്കാ, ഈ ചന്ദ്രയുടെ വാക്ക്. ഏതായാലും ഇത് കേട്ടത് നമ്മുടെ മഹിമ ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. ഏതായാലും മഹിമയുടെ ലക്ഷ്യം ഇങ്ങനെ ഏതായാലും ഇവിടെ പറയുമ്പോഴത്തേക്കും സച്ചി വരാതിരിക്കില്ല. സച്ചി ഉറപ്പായിട്ടും വരും. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് നമ്മുടെ മഹിമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രയോട് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരുന്ന എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.